ഹലോ നമസ്കാരം. അപ്പോൾ ഇപ്പോൾ നമ്മുടെ ഡയറ്റിൻ്റെ ഡേ 10 ആണ് കേട്ടോ. വെയിറ്റ് വന്നിരിക്കുന്നത് 123.20 ആണ്. അപ്പോൾ രാവിലെ തന്നെ എക്സസൈസും കാര്യങ്ങളൊക്കെ ചെയ്ത് കേട്ടോ. അത് കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ചിട്ട് ഞാൻ പറഞ്ഞില്ലേ എനിക്ക് 15-ാം തീയതി വരെ കുറച്ച് ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഡയറ്റ് ചെയ്യാൻ പറ്റില്ലെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നില്ലായിരുന്നു. അതിൻ്റെ ഒരു ദിവസമാണ് ഇന്നത്തെ ദിവസം. കാരണം ഇന്ന് നാരുൻ്റെ ഒരു ഫ്രണ്ടും ഫാമിലിയും വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ പുറത്തു പോയി ഫുഡ് കഴിക്കാം എന്നുള്ളൊരു പ്ലാനിങ്ങിലാണ്. അപ്പോൾ ഞാൻ ഡയറ്റാണ് എനിക്ക് വേണ്ടതെന്നൊന്നും പറഞ്ഞിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇന്ന് ഓൾറെഡി രാവിലെ തൊട്ടേ മനസ്സിൽ ഡയറ്റ് ഇല്ല എന്നുള്ളൊരു പ്ലാനിങ്ങിൽ ഞാനും അങ്ങ് ഇരുന്ന് കേട്ടോ. അപ്പോൾ ഇന്ന് രാവിലത്തെ ഫുഡ് എന്താണെന്ന് വെച്ചാൽ ഇതാണ് കേട്ടോ. ഇത് ഇന്നലെ വെച്ച മീൻ കറിയാണ്. നമ്മുടെ കേരാച്ചൂരിയില്ലേ അത് മീൻ കറി വെച്ചതാണ്. കൂടെ എടുത്തിരിക്കുന്നത് നമ്മുടെ ഗോതമ്പും റാഗിയും കൂടെ മിക്സ് ചെയ്തുണ്ടാക്കിയ പുട്ടാണ് കേട്ടോ. അപ്പോൾ ഞാനൊരു ചിരട്ടക്കുറ്റിയില്ലേ അതിലൊരു 3/4 കുറ്റി പുട്ടും കുറച്ച് മീൻ കറിയാണ് എടുത്തത്. നാരൂന് ആ ചിരട്ടക്കുറ്റിയിൽ ഒരു കുറ്റി പുട്ടും കുറച്ച് പപ്പടവും കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ മീൻ കറിയും കൂട്ടിയാണ് നാരു കഴിച്ചത്. അപ്പോൾ ഇതൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഇറങ്ങിയായിരുന്നു. പക്ഷേ പകുതി വെച്ച് ആളൊരു ഇത്തിരി ലേറ്റ് ആയപ്പോഴത്തേക്ക് എനിക്ക് തിരിച്ചു വരേണ്ടി വന്നു. പെട്ടെന്ന് ഒരു അത്യാവശ്യ കാര്യമുള്ളതുകൊണ്ട് എനിക്ക് തിരിച്ചു വരേണ്ടി വന്നു കേട്ടോ. അപ്പം നാരു എന്നെ തിരിച്ചു കൊണ്ടുവന്ന് ആക്കിയിട്ട് നാരു ഒറ്റയ്ക്കാണ് കേട്ടോ പോയത്. അപ്പോൾ കുഴപ്പമില്ല, ചില ദിവസങ്ങളൊക്കെ ഇങ്ങനെയൊക്കെ ആണല്ലോ. അപ്പം ഞാൻ ഇന്ന് ഡയറ്റ് ചെയ്തില്ലെന്ന് പറഞ്ഞാൽ നിങ്ങൾ ചെയ്യാതിരിക്കരുത്. അപ്പം നിങ്ങൾ ഡയറ്റും കാര്യങ്ങളൊക്കെ ചെയ്യുക കേട്ടോ. അപ്പോൾ ദേ ഈ സ്ഥലത്താണ് നമ്മൾ വന്നത്. ഇത് എൻ്റെയും നാരുവിൻ്റെയും ഫേവറേറ്റ് പ്ലേസ് ആണ് കേട്ടോ. ഇത് എവിടെയാണെന്ന് വെച്ചാൽ നമ്മുടെ വിമലാർദ്യം സ്കൂൾ അറിയോ? ചെമ്മാമുക്കിൽ വിമലാർദ്യം സ്കൂളുണ്ട്. അതിന് കുറച്ചും കൂടെ മുന്നോട്ട് പോകുമ്പം ക്രൗൺ ബേക്കറി കാണാം. ക്രൗൺ ബേക്കറിയുടെ ഉള്ളിലുള്ള ഒരു സ്പോട്ടാണ് കേട്ടോ ഇത്. മിക്കവരും അറിയാതെ പോകുമെന്ന് എനിക്ക് തോന്നാറുണ്ട്. കാരണം മിക്കവരും ക്രൗൺ ബേക്കറി വന്നിട്ട് അങ്ങ് പോകാറുള്ള. പക്ഷേ ഇവിടെ എന്താ പറയുക, കിടിലാണ് ഇവിടുത്തെ കോഫി. ഞാനൊരു കോഫി ലവറാണ്. എനിക്ക് കോഫി എത്ര കുടിച്ചാലും മതിയാവില്ല. അങ്ങനെ ഇവിടെ കോഫി കുടിക്കാൻ വരുന്നതാണ് കേട്ടോ. ഇവിടുത്തെ സിഗ്നേച്ചർ കോഫി കിടിലാണ്. അപ്പോൾ ഇതാണ് സംഭവം. ഒരെണ്ണം തന്നെ ഭയങ്കര ഹെവിയാണ് കേട്ടോ. ഞാൻ കുടിച്ചിട്ടില്ല, ഞാൻ പോയില്ലായിരുന്നല്ലോ. അപ്പോൾ ഇതിന് ഒരെണ്ണത്തിന് റേറ്റ് വരുന്നത് 130 രൂപ അങ്ങനെ എന്തോ ആണ് കേട്ടോ ഈ കോഫി. പക്ഷേ വേർത്താണ്, കിടിലാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞാൻ ചെല്ലാത്തതുകൊണ്ട് ആളെനിക്ക് കൊടുത്തുവിട്ടാണ് കേട്ടോ. അതായത് നാരുൻ്റെ ഫ്രണ്ട് കൊടുത്തുവിട്ട സംഭവങ്ങളാണ് ഇതൊക്കെ. മിഠായിയൊക്കെ കണ്ടിട്ട് എൻ്റെ കൺട്രോൾ പോകുന്നുണ്ട്. എനിവേസ് ആളിത് കാണുകയാണെങ്കിൽ ഒരുപാട് താങ്ക് യു ഉണ്ട് കേട്ടോ. അടുത്തോട്ടം വരുമ്പോൾ നമുക്ക് ഒരുമിച്ച് നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് അടിച്ചു പൊളിക്കാം. അപ്പോൾ അത് കഴിഞ്ഞ് നാരുദയെ എനിക്ക് കൊണ്ടുവന്ന സംഭവമാണ് ഈ നൂഡിൽസ്. ഇതിൽ മുട്ടയും ചിക്കനും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഇത് കഴിച്ചു, കാരണം ഓൾറെഡി നാരു പുറത്തുനിന്ന് കഴിച്ചിട്ടാണ് വന്നത്. അപ്പോൾ എനിക്ക് വേറെ ഒന്നും കഴിക്കില്ലായിരുന്നു. അങ്ങനെ ഞാനത് കഴിച്ചു. അതൊക്കെ കഴിഞ്ഞ് രാത്രിത്തേക്ക് വേണ്ടിയിട്ടുള്ള സംഭവങ്ങളാണ് കേട്ടോ. അപ്പം 3 മാങ്ങ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ കരുതി മാമ്പഴ പുളിശ്ശേരി വെക്കാമെന്ന്. ഇത് ഞാൻ കൂട്ടുന്നില്ല, നാരു മാത്രമേ കഴിക്കുന്നുള്ളൂ കേട്ടോ. പിന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ നമ്മുടെ ചോമ്പങ്കോര എന്നൊക്കെ പറയില്ലേ, കിളിമീൻ, അത് കിട്ടി. അപ്പം അത് മീൻ കറിയും വെച്ചിട്ട് ഇതും ചെയ്യാമെന്ന് എഴുതി. അപ്പം നാരുമാണ് കേട്ടോ എനിക്ക് തേങ്ങ തിരുമ്മി തരുന്നത്. അപ്പം നമ്മുടെ പുളിശ്ശേരി ഇവിടെ ആവുകയാണ്. ചിലർ പറയും ഈ അരപ്പിട്ടിട്ട് തിളയ്ക്കരുതെന്ന്. ഞങ്ങൾക്കിവിടെ ഇത് തിളയ്ക്കണം. ഞാൻ ഡിഫറെൻ്റായിട്ടാണ് ഇത് വെക്കുന്നത്. എനിക്ക് പുളിശ്ശേരിയിൽ അരപ്പ് നന്നായിട്ട് തിളച്ച് അതിൻ്റെ പച്ചമണമൊക്കെ മാറണം. മാത്രമല്ല മാങ്ങ നന്നായിട്ട് വേവണം, എങ്കിലേ മാമ്പഴ പുളിശ്ശേരിക്ക് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ മാമ്പഴ പുളിശ്ശേരി ദേ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കടുവൊക്കെ വറുത്ത് എല്ലാം ചെയ്ത് സെറ്റാണ്. അതിൻ്റെ കൂടെ തന്നെ ഞാൻ മീൻ കറിയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ദേ ഇവിടെ മീൻ കറി ആയിട്ടുണ്ട്. നല്ല കിടിലം മീൻ കറി ആയിരുന്നു കേട്ടോ നാരു പറഞ്ഞത്. ഞാൻ ടേസ്റ്റ് നോക്കി, നല്ലതായിരുന്നു. പക്ഷെ ഞാൻ കഴിച്ചില്ല. അപ്പോൾ ചോറ് ദേ ഊറ്റിയിട്ട് നമ്മളൊന്ന് പൊരിച്ചെടുക്കുമല്ലോ, ആ സംഭവമാണ് നടക്കുന്നത്. മീൻകറി ഇവിടെ ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചോറ്, മീൻകറി, മാമ്പഴ പുളിശ്ശേരിയാണ് രാത്രിത്തേക്ക് പ്ലാൻ ചെയ്തത്. അപ്പോൾ ഇതൊക്കെ ചെയ്ത് വെച്ചിട്ട് ഞങ്ങളൊന്ന് പുറത്തു പോയി. അതായത് നമ്മുടെ കൊല്ലം പൂരം വരാൻ പോവുകയാണല്ലോ. 15-ാം തീയതി 14-ാം തീയതി എങ്ങാണ്ടോ ആണ് കേട്ടോ. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് അവിടെ കുറേ ലൈറ്റ് സെറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെയൊക്കെ ഒന്ന് പോയി കണ്ടിട്ട് വരാമെന്നും കരുതി പോയതാണ്. അടിപൊളിയായിരുന്നു കേട്ടോ. ഇത് ആശ്രാമം മൈതാനത്തുള്ള ലൈറ്റ് സെറ്റിംഗ് ആണ് കേട്ടോ. നാരുൻ്റെ വീട് ആശ്രാമത്താണ് കേട്ടോ. അപ്പോൾ അവരുടെ ഉത്സവമൊക്കെയാണ്. പിന്നെ ഞാനൊരു കാര്യം പറയാൻ ഉദ്ദേശിച്ചത്, ഞാൻ നേരത്തെ കറക്റ്റ് നമ്മൾ കോഫി കുടിക്കുന്ന സ്ഥലവും റേറ്റൊക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് ആർക്കും അയ്യോ ഭയങ്കര എന്താ പറയുക, ഇപ്പോൾ റേറ്റ് പറയേണ്ട കാര്യം എന്താ അങ്ങനെയൊന്നും തോന്നരുത്. കാരണം ഞാൻ എൻ്റെ വീഡിയോസിലൊന്നും ഞാൻ ഇങ്ങനെ റേറ്റോ കാര്യങ്ങളോ സ്ഥലവും അങ്ങനെയൊന്നും പറയാറില്ലായിരുന്നു. അപ്പോൾ എനിക്ക് ഇന്നലെ ഇട്ട വീഡിയോയിൽ ഒരു കമൻറ്റ് വന്നായിരുന്നു. ഞാൻ അമ്പലം കാണിച്ചപ്പോൾ കറക്റ്റ് അമ്പലത്തിൻ്റെ സ്ഥലം പറയൂ, കാരണം അറിയാവുന്നവർ കാണുമല്ലോ എന്ന്. അതേപോലെ മുന്നേ ഒരു ദിവസം ഫുഡ് കഴിക്കുന്ന വീഡിയോ ഇട്ടപ്പോൾ അതിൽ വന്നായിരുന്നു ഫുഡ് കഴിച്ച സ്ഥലവും ഫുഡിൻ്റെ റേറ്റൊക്കെ ക്ലിയർ ആയിട്ട് പറയും. അപ്പോൾ നമുക്കും പോകുമ്പോൾ അതൊക്കെ പോയി കഴിക്കാനായാലും
ബഡ്ജറ്റും ഒക്കെ അറിഞ്ഞിരിക്കാമല്ലോ എന്ന്. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഇപ്പോൾ തൊട്ട് ഞാൻ ക്ലിയർ ആയിട്ട് സ്ഥലവും റേറ്റും ഡീറ്റെയിലും എല്ലാം പറഞ്ഞത്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് നിങ്ങളെ അറിയിച്ചതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങളിതേ അമ്പലത്തിലോട്ട് പോവുകയാണ് കേട്ടോ. അമ്പലത്തിൽ പോകുന്ന വഴിക്ക് എന്തൊക്കെയായിരുന്നു എൻ്റെ പൊന്നേ ലൈറ്റ് സെറ്റിംഗ് എന്നറിയോ. കാണുന്നുണ്ടില്ലേ, വീട്ടിലായിരുന്നു. അമ്പലത്തിനകത്ത് കയറാൻ പറ്റില്ല, കാരണം രാത്രിയായി നമ്മൾ പോയപ്പോൾ തന്നെ. പിന്നെ അകത്ത് ഗാനമേള കാര്യങ്ങളൊക്കെ അവിടെ സ്റ്റേജിൽ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് നമ്മളിത് ബീച്ചിൽ വന്നതാ. സാധാരണ ഞങ്ങൾക്ക് പണി പാളി, കാരണം ബീച്ചിൽ രാത്രി സമയം വരുന്ന സമയത്ത് വലിയ ആളൊന്നും കാണാറില്ല. പക്ഷേ ഇന്ന് ഒടുക്കത്തെ തിരക്കായിരുന്നു. പക്ഷേ ഇന്ന് രാത്രി മഴ പെയ്തു കേട്ടോ. ആർക്കോ വേണ്ടിയിട്ട് വന്ന മഴ പോലെയായിരുന്നു. എന്നാലും സാരമില്ല, ഒന്ന് ചാറിയിട്ടങ്ങ് പോയി, അതുകൊണ്ട് കുഴപ്പമില്ലായിരുന്നു കേട്ടോ. അങ്ങനെ മഴ പെയ്യുക കേട്ടോ. കുറേ നാൾക്ക് ശേഷം ഇന്ന് മഴ പെയ്തേ. അപ്പോൾ അടുത്ത ചീറ്റിംഗ് ആണ് കേട്ടോ ഇതിപ്പോൾ എൻ്റെ ഫ്രണ്ട് തന്നെയാണ്. ആള് ഇത് പെപ്സി കുറച്ച് ബിരിയാണിയും കൂടെ തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതായത് ആൾ മുസ്ലിമാണ്, എൻ്റെ കൂടെ കുഞ്ഞിലേ തൊട്ടേ പഠിച്ച ഒരാളാണ് കേട്ടോ. അപ്പോൾ ഞാൻ അതിൽ നിന്ന് 2 പീസ് ഫ്രൈഡ് ചിക്കൻ കഴിച്ചിട്ടുണ്ട്, 2 പീസേ കഴിച്ചിട്ടുള്ളൂ. അപ്പോൾ നാരുവിന് ചോറ് വേണമെന്ന് പറഞ്ഞു കേട്ടോ, അത് വേണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ നാരുവിന് ഞാൻ ചോറും മീൻകറിയും മാമ്പഴപ്പുളിശ്ശേരിയാണ് കേട്ടോ കൊടുത്തത്. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ ഒരു ഫുഡും കാര്യങ്ങളും ഒക്കെ. ഇന്നത്തെ ദിവസം ഡയറ്റ് എടുക്കാൻ പറ്റിയില്ല, സാരമില്ല, നമുക്ക് നാളെ തൊട്ട് വീണ്ടും തകർക്കാം. അപ്പോൾ കുറച്ചൊന്ന് നന്നായിട്ടൊന്ന് പിടിക്കണമെന്നേ ഉള്ളൂ നാളെ തൊട്ട്. അപ്പോൾ നാളെ തൊട്ട് നമുക്ക് തകർത്ത് ഡയറ്റ് ചെയ്യട്ടെ. അപ്പോൾ അത്രയേ ഉള്ളേ.